നമസ്കാരം. കേരളം കാത്തിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കണക്കുകൂട്ടലോട് കണക്കുകൂട്ടലാണ്. കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ട് അത്രയും ഇത്തവണ ചെയ്തിട്ടില്ല, അതിൽ പിടിച്ച് ഇവർ കണക്ക്, കൂട്ടിച്ചേർത്ത വോട്ട് വെച്ച് വേറൊരു കണക്ക്, പോൾ ചെയ്ത വോട്ട് വെച്ച് വേറൊരു കണക്ക്, പോൾ ചെയ്യാത്ത വോട്ടുകൾ മാറ്റി വെച്ച് പിന്നെ ഒരു കണക്ക്, ഇരട്ട വോട്ടുകൾ അത് കൂട്ടി വേറൊരു കണക്ക്, അങ്ങനെ കണക്കോടെ കണക്കാണ്. കയ്യിലെ വിരൽ പോരാഞ്ഞ് കാലിലെ വിരലൊക്കെ എടുത്ത് മുന്നണികൾ കണക്ക് കൂട്ടി എണ്ണിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വോട്ട് മുഴുവൻ പെട്ടിയിലായ സ്ഥിതിക്ക് ഇനി കണക്ക് കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ അവസാന നിമിഷം വരെ ആത്മവിശ്വാസം നല്ലതാണ് എന്ന മറുപടിയായിരിക്കും ഇവരെല്ലാം തരിക. ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ 3 പേരും പറയും ഞങ്ങൾ ജയിക്കും. അപ്പോൾ പിന്നെ ആര് തോക്കും? ചോദ്യം ബാക്കിയാണ്. ഏതായാലും നിലവിലുണ്ടായിരുന്ന 2 MLA-മാർ MP-മാരായി പ്രൊമോഷൻ കിട്ടിയ സാഹചര്യത്തിൽ ഒഴിവന്ന 2 MLA സീറ്റുകൾ, മണ്ഡലം ഉപേക്ഷിച്ച് ഒരു MP മറ്റൊരു മണ്ഡലം തിരഞ്ഞെടുത്തപ്പോൾ ഒഴിവന്ന ഒരു ലോക്സഭാ മണ്ഡലം, വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോഴേ വലിയ ആവേശമാണ് കോൺഗ്രസ്സുകാർക്ക്. 5 ലക്ഷത്തിൽ കുറയാത്ത ഭൂരിപക്ഷം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. പോളിംഗൊക്കെ കഴിഞ്ഞപ്പോൾ 5 ലക്ഷം ഭൂരിപക്ഷം കിട്ടാനുള്ള വോട്ട് പോൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ കണക്ക് പറഞ്ഞ് മൊത്തം പോൾ ചെയ്തതിൻ്റെ 66%, 3.5നും 4നും ഇടയ്ക്ക് 3.5-4 ലക്ഷം ഇതിനിടയ്ക്ക് ഭൂരിപക്ഷം എന്നൊക്കെയാണ്. ഏതായാലും 5 ലക്ഷം ഭൂരിപക്ഷം എന്ന വലിയ സ്വപ്നം ഇപ്പോഴേ ഉപേക്ഷിച്ചുമുട്ടാണ്. ഏതായാലും വയനാട്ടിലെ റിസൾട്ടിനെ കുറിച്ച് എനിക്കടക്കം അധികം ആർക്കും സംശയം ഉണ്ടാകാൻ വഴിയൊന്നുമില്ല. സത്യമൊകേരി പണ്ടൊരിക്കൽ MI ഷാനവാസിനെ 20,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ വരെ കൊണ്ടെത്തിച്ച വലിയ സ്ഥാനാർത്ഥിയാണ്, നല്ല നേതാവാണ്. എങ്കിലും കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ കന്നി ലോക്സഭാ പ്രവേശം ഉറപ്പായി കഴിച്ച സാഹചര്യമാണ്. എണ്ണുന്നതിന് മുമ്പേ അതിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമായി എന്ന് വയ്ക്കാം. നമ്മൾ നേരെ വണ്ടി പാലക്കാടോക്ക് പോകുമ്പോൾ ചക്ക കുഴയുന്നതിനൊക്കെ കാര്യങ്ങൾ കുഴഞ്ഞു കിടക്കുകയാണെന്നാണ് 3 മുന്നണികളുടെയും പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷാഫി പറമ്പിലിൻ്റെ പകരക്കാരായി രാഹുൽ മാങ്കൂട്ടം അവിടെ മത്സരിക്കാനെത്തുന്നു. മാങ്കൂട്ടത്തിനെതിരെ പി സരിൻ എന്ന കോൺഗ്രസ് നേതാവിനെ അവർ നേരെ LDF-ലേക്ക് കൊണ്ടുവന്ന് അവരെ മത്സരിപ്പിക്കുന്നു. അവിടെ പാലക്കാടുകാരനായ C കൃഷ്ണകുമാർ NDA സ്ഥാനാർത്ഥിയായി എത്തുന്നു. അതോടെ പാലക്കാട് തെരഞ്ഞെടുപ്പ് രംഗം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം വളരെയധികം ചൂരും നിറഞ്ഞായിരുന്നു. പറയേണ്ട കാര്യമില്ല. കള്ളപ്പണ വിവാദം, പണക്കാട് തങ്ങൾ കൊള്ളാമോ ഇല്ലയോ എന്നതിലുള്ള തർക്കം തുടങ്ങി എന്തോരം രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് കഴിഞ്ഞ 1.5 മാസം കേരളം സാക്ഷ്യം വഹിച്ചത് എന്ന് ഓർക്കണം. കേരളത്തിൻ്റെ രാഷ്ട്രീയം മൊത്തം പാലക്കാടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജനത്തിന് ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഏതാണ്ട് 72% വോട്ടാണ് അവിടെ കൃത്യമായി നോക്കണം. അത്രയും വോട്ടുകളാണ് അവിടെ പോൾ ചെയ്തത്. പോളിംഗ് ശതമാനം കുറഞ്ഞതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോളിംഗ് ശതമാനം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട കണക്കുണ്ട്. ഭയങ്കര കണക്കൂട്ടാണ്. ആ പഞ്ചായത്തിൽ 300 വോട്ട് കുറഞ്ഞത് ഞങ്ങൾക്ക് ഗുണമാവും, മറ്റിടത്ത് 250 വോട്ട് കൂടിയത് ഞങ്ങൾക്ക് മെച്ചപ്പെടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗുണം ചെയ്യും എന്നൊക്കെ പറയുന്നു. മത്സരിച്ച് വോട്ട് ചേർത്തവരുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ച് വോട്ട് ചേർത്ത മുന്നണികളുണ്ട്. ഇതെല്ലാം ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നൊക്കെ കുറച്ച് മണിക്കൂറുകൾക്കങ്ങ് അറിയാം. ഏതായാലും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തെളിക്കും, അല്ലെങ്കിൽ വഴി കുറിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒന്നാലോചിച്ച് നോക്കുക. ഷാഫി പറമ്പിലിൻ്റെയും VD സതീശൻ്റെയും ബുദ്ധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള പ്രചരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ മുരളീധരൻ തൊട്ട് താഴോട്ടുള്ള സകലമാന കോൺഗ്രസ്സുകാർക്കുണ്ട്. രാഹുൽ മാങ്കൂട്ടം വാങ്ങാനും തോറ്റാൽ VD സതീശൻ്റെയും ഷാഫി പറമ്പിലിനും നേരെ ചോദ്യങ്ങൾ ഉയരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ മിണ്ടാതിരിക്കുന്ന പല കോൺഗ്രസ്സുകാരും, ഇപ്പോൾ കൈയടിക്കുന്ന പല കോൺഗ്രസ്സുകാരും നാളെ മുണ്ടും മുടക്കി കുത്തി രംഗത്തെത്തും. അത് നാളെ ഈ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതേ സമയമൊന്നും വേണ്ടി വരത്തില്ല. ഈ പറഞ്ഞതുപോലെ സംഭവിച്ചാൽ കോൺഗ്രസ്സിനകത്ത് അട്ടിപ്പൊട്ടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇപ്പുറത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തായിരുന്ന LDF-ന് വീണ് കിട്ടിയ നിധിയാണ് പി സരിൻ എന്ന സ്ഥാനാർത്ഥി. സരിനെ മുൻനിർത്തിയുള്ള യുദ്ധത്തിൽ 2ാമതെങ്കിലും എത്താൻ കഴിയുമെന്ന് CPM പ്രതീക്ഷിക്കുന്നുണ്ട്. 2ാമതെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതലുള്ള അവിടുന്ന് ആ തന്ത്രം പിഴച്ചു എന്നതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും എടുത്തിട്ട് CPM-ൻ്റെ നേരെ വലിയ വിമർശനങ്ങൾ ഉയരും. ആൻറ്റി ഇൻകംബൻസി, അതായത് ഭരണവിരുദ്ധ വികാരം പാലക്കാട് ആഞ്ഞടിച്ചു എന്നുള്ള നിലയിൽ സർക്കാരിന് ആ ഫലത്തിന് മുന്നിൽ തലകുനിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെയുള്ളത് BJP-യാണ്. പോളിംഗ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാലക്കാട് ജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു.
അതിനു വേണ്ടിയുള്ള പണി അവരവിടെ എടുത്തു എന്ന് വ്യക്തമാണ്. പലപ്പോഴും LDFും UDFും എല്ലാം കാടടച്ചുള്ള പ്രചരണ കോലാഹലങ്ങൾ നടത്തുമ്പോഴും നിശബ്ദമായി NDA പണിയെടുത്തു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അല്ലെങ്കിൽ പാലക്കാട് നേരിട്ട് പോയി തെരഞ്ഞെടുപ്പ് ചിത്രം കണ്ട സഹപ്രവർത്തകരടക്കം പറയുന്നത് NDA അത്തരത്തിലുള്ള പണി അവിടെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയിക്കുമെന്നുള്ള അവരുടെ ആത്മവിശ്വാസത്തിൽ അടിസ്ഥാനമുണ്ട് എന്നും പറയുന്നവരുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതുപോലെ ശ്രീധരൻ പിടിച്ച അത്രയും വോട്ടുകൾ കൃഷ്ണകുമാർ പിടിക്കുമോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഏതായാലും കുറച്ച് മണിക്കൂറുകൾക്ക് എല്ലാം ഇതിൻ്റെ ഉത്തരം കിട്ടും എന്നുള്ള കാര്യത്തിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല. ചേലക്കരയിലെ സ്ഥിതി അത് തന്നെയാണ്. ചേലക്കരയിലും പൊട്ടിപ്പാറുന്ന മത്സരമാണ്. ഇടതുപക്ഷത്തിൻ്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ചേലക്കരയിൽ ഇത്തവണ പക്ഷേ അങ്ങനെയല്ല, മറിയും എന്ന് വിശ്വസിക്കുന്ന UDFുകാരുണ്ട്. 5000 വോട്ടിനെങ്കിലും ഞങ്ങൾ ജയിക്കും എന്നാണ് UDF അവകാശപ്പെടുന്നത്. 10,000-ന് മുകളിൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നെങ്കിലും LDFിനും അത്ര പ്രതീക്ഷ പോരാ. ഏതായാലും ചെറിയ രീതിയെങ്കിലും ജയിച്ച് കയറാമെന്ന് അവർ പറയുന്നു. അവരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 5000 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമാണ് LDFിന് ചേലക്കരയിൽ കിട്ടിയത്. അതുകൊണ്ട് ചെറിയൊരു പേടി അവർക്കുണ്ട്. BJPയും നില മെച്ചപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ചേലക്കരയിലും ഇത് തന്നെയാണ്. ചേലക്കരയിൽ കൈവിട്ടാൽ ഈ പറയുന്നതുപോലെ CPMനകത്ത് വലിയ ചോദ്യങ്ങൾ ഉയരും. കെ രാധാകൃഷ്ണനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. അവിടെ നമുക്കറിയാം, മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ സംഘം ഇറങ്ങി നിന്ന് നടത്തിയ തെരഞ്ഞെടുപ്പാണ്. അവിടെ സർക്കാരിൻ്റെ ഭരണപരാജയം വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ പറഞ്ഞതുപോലെ പാലക്കാടും ചേലക്കരയും UDF ജയിച്ചാൽ VD സതീശൻ കോൺഗ്രസിനകത്തെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വലിയ ശക്തിയായി മാറുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പാലക്കാട് തോറ്റാൽ, ചേലക്കര നഷ്ടപ്പെട്ടാൽ നേരെ തിരിച്ച് അവിടെയും സംഭവിക്കും. LDFിൻ്റെ കാര്യം നേരത്തെ പറയും. ചുരുക്കത്തിൽ 3 മുന്നണികളെ സംബന്ധിച്ചും വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട ഈ ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ കോളിളക്കങ്ങളും രാഷ്ട്രീയ ചർച്ചകളുമെല്ലാം വരും ദിവസങ്ങളിലും കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരെ, രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ടെലിവിഷൻ പ്രേക്ഷകരെ ടെലിവിഷൻ മുന്നിൽ തന്നെ പിടിച്ചിരുന്നുള്ള കാര്യം ഉറപ്പാണ്. വരാൻ കിടക്കുന്നേ ഉള്ളൂ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവസാനിക്കട്ടെ തെരഞ്ഞെടുപ്പ് ഫലം. അതായത് 3 മുന്നണികൾക്കും സന്തോഷം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായാലോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് വയനാട് പ്രിയങ്ക ഗാന്ധി, പാലക്കാട് നേരത്തെ പറഞ്ഞതുപോലെ BJP, ചേലക്കരയിൽ കോട്ട നഷ്ടപ്പെടാതെ LDF. ഇങ്ങനെ റിസൾട്ട് വന്നാൽ വല്ല കുഴപ്പമുണ്ടായിരിക്കും. അതാകുമ്പോൾ 3 പേർക്കും ഒരു സീറ്റുമായി അടിയും വഴക്കുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ബാക്കി തർക്കവും ബഹളവും എല്ലാ ആരോപണങ്ങളും എല്ലാം അതിൻ്റെ വഴിക്ക് വേറെ പോകും. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ 3 മുന്നണികൾക്കും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഈ റിസൾട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഈ കാര്യത്തിലൊരു ബെറ്ററുണ്ടോ? ഉണ്ടോ?